My dear students, Dr. James Taylor Kennedy രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 171ാമത്തെ എപ്പിസോഡിൽ സെപ്പിയ എന്ന അധ്യായത്തിൻ്റെ 8ാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് സെപ്പിയയെ സംബന്ധിച്ച സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഗൈനിക് സിംറ്റംസ് പലതും, പ്രധാനപ്പെട്ട പല സിംറ്റംസും ഇവിടെ വിവരിക്കുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട പർട്ടിക്കുലേഴ്സ് പറയുന്നുണ്ട്. എന്നാൽ പരമപ്രധാനമായി ഇവിടെ വരുന്നത് ചില സുപ്രധാന കമ്പാരിസൺസാണ്. മ്യൂറക്സുമായിട്ടുള്ള കമ്പാരിസൺ, നാട്രമ്യൂറുമായിട്ടുള്ള കമ്പാരിസൺ, അതുപോലുള്ള മറ്റു ചില ഔഷധങ്ങളുമായിട്ടുള്ള കമ്പാരിസൺസ്, ചില കോംപ്ലിമെൻ്ററി റിലേഷൻസ്, ആൻറ്റിഡോട്ടൽ റിലേഷൻസ്, ഇത്തരം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സെപ്പിയയുടെ ചികിത്സയിലെ ഉപയോഗത്തിൽ ഇവയൊക്കെ വളരെയധികം ആവശ്യം വരും. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദ ക്ലോസ് റിലേഷൻ ബിറ്റ്വീൻ ദിസ് റെമഡി ആൻഡ് മ്യൂറക്സ് ഈസ് വർത്ത് കൺസിഡറിംഗ്. ദ മസ്കുലർ റിലാക്സേഷൻ, dragging down the abdomen and pelvis, aggravate from exertion walking, ameliorate by sitting with the limbs crossed, and ameliorate by pressure on the genitalia would be like both remedies. അപ്പോൾ മ്യൂറക്സും സെപ്പിയയുമായിട്ട് സാമ്യം വരുന്ന ചില ലക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. പേശികളുടെ അയവ്, അടിവയറ്റിലും പെൽവിസിലുമുള്ള അയഞ്ഞ് താഴേക്ക് തൂങ്ങുന്ന ഒരവസ്ഥ, അധ്വാനം കൊണ്ടും നടപ്പ് കൊണ്ടും വർധനവ്, കാല് ചമ്രം മുടഞ്ഞ് ഇരിക്കുമ്പോഴുള്ള ശമനം, ജനേന്ദ്രിയങ്ങളുടെ ഭാഗത്ത് മർദ്ദം ചെലുത്തുമ്പോൾ ഉണ്ടാകുന്ന ശമനം, ഇതെല്ലാം മ്യൂറക്സിലും സെപ്പിയയിലും ഒരേപോലെ വരും. ബട്ട് ആഡ് ടു ദിസ് കോപ്പിയസ് മെൻസ്ട്രൽ ഫ്ലോ ആൻഡ് വയലന്റ് സെക്ഷൽ ഡിസയർ ആൻഡ് മ്യൂറക്സ് മസ്റ്റ് ബി കൺസിഡേർഡ് ആൻഡ് സെപ്പിയ എലിമിനേറ്റഡ്. എന്നാൽ സെപ്പിയ ഒഴിവായി മ്യൂറക്സ് കടന്നു വരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വർദ്ധിച്ച ആർത്തവ രക്തസ്രാവം, വയലന്റ് സെക്ഷൽ ഡിസയർ, ശക്തമായ ലൈംഗിക അഭിവാഞ്ച. ഈ കാര്യങ്ങൾ, മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് ഉപരിയായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ അവിടെ സെപ്പിയ വരില്ല. സെപ്പിയ കളത്തിന് പുറത്താകും, മ്യൂറക്സ് കടന്നു വരും. സെപ്പിയ നമ്മൾ കണ്ടു, ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു ആവേർഷണമുള്ളത്. പക്ഷേ ഇവിടെ വയലന്റ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള ലൈംഗിക താല്പര്യം വരുന്നുണ്ട്. കോപ്പിയസ് മെൻസ്ട്രൽ ഫ്ലോ, ഈ കാര്യത്തിൽ മ്യൂറക്സ് വരും, സെപ്പിയ പുറത്താവും. ബോത്ത് ഹാവ് എക്സ്ട്രീം എംപ്റ്റി ഫീലിംഗ് ഇൻ ദ സ്റ്റൊമക്ക്. വയറിൽ വല്ലാതെ ഇങ്ങനെ കാലിയായൊരു ഫീല് നമ്മൾ നേരത്തെ കണ്ടാണത്. സെപ്പിയ ഹാസ് ഡിമിനിഷ്ഡ് സെക്ഷൽ ഡിസയർ ആൻഡ് ഓഫൺ ആവേർഷൻ. സെപ്പിയയുടെ കാര്യത്തിൽ നമ്മൾ കണ്ട കാര്യമാണ്. ലൈംഗിക താല്പര്യങ്ങൾ കുറഞ്ഞു വരും, പലപ്പോഴും അതിനോട് ഒരു വിരക്തിയുണ്ട്. മ്യൂറക്സ് ഹാസ് ഗ്രേറ്റ് സോർനെസ് ആൻഡ് കഞ്ചഷൻ ഓഫ് ദ യൂട്രസ് ആൻഡ് ഷീ ഈസ് കോൺസ്റ്റന്റ്ലി റിമൈൻഡർ ഓഫ് ദി യൂട്രസ്. മ്യൂറക്സിന്റെ കാര്യത്തിൽ ഗർഭപാത്രത്തിൽ വല്ലാത്ത വേദനയും വിങ്ങലും തിങ്ങിയ ഒരു അനുഭവം ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആ സ്ത്രീ, മ്യൂറക്സ് പേഷ്യൻ്റ് ആയിട്ടുള്ള സ്ത്രീ തൻ്റെ ഗർഭപാത്രത്തെക്കുറിച്ച് എപ്പോഴും ബോധവതിയായിരിക്കും. സാധാരണഗതിയിൽ ആന്തരാവയവങ്ങളെ കുറിച്ച് നമ്മൾ ബോധവന്മാരാകുന്നില്ല. ഹൃദയമുണ്ട്, ശ്വാസകോശമുണ്ട്, കുടലുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ ഹൃദയത്തിന് തകരാറ് വരുമ്പോൾ നമ്മൾ ഹൃദയത്തെ ചിന്തിക്കും. ഹൃദയത്തിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടെങ്കിലോ ഹൃദയം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കും. അതുപോലെ ഗർഭപാത്രം ഉണ്ടല്ലോ, ഗർഭപാത്രം എന്തെങ്കിലും കുഴപ്പമുണ്ടല്ലോ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിൽ വേദനയും തിങ്ങിയ ഒരു അനുഭവമൊക്കെ മ്യൂറക്സിനുണ്ട്. മ്യൂറക്സ് ഈസ് അക്യൂട്ട് പെയിൻ ദ റൈറ്റ് സൈഡ് ഓഫ് യൂട്രസ് which crosses the body diagonally upward to left side of the chest. വളരെ ടിപ്പിക്കലാണ് മ്യൂറക്സിന്റെ കാര്യത്തിൽ. ഗർഭപാത്രത്തിന്റെ വലതുഭാഗത്ത് തുടങ്ങി നെഞ്ചിന്റെ ഇടതുഭാഗത്തേക്ക് എത്തുന്ന തരത്തിൽ ഡയഗണലായിട്ട്, അതായത് ആന്തരാവയവങ്ങളെ ക്രോസ് ചെയ്തുകൊണ്ട് വേദനയുടെ ഒരു സഞ്ചാരം. ഓർ ലെഫ്റ്റ് ബ്രസ്റ്റ്, ലെഫ്റ്റ് നെഞ്ചിന്റെ ഇടതുഭാഗം എന്ന് പറയുന്നത് ചിലപ്പോൾ ടിപ്പിക്കലായിട്ട് ഇടത് മാറിടത്തിലേക്ക് ആകാം. ഇറ്റ് ക്യൂർസ് വയലന്റ് ഡിസ്മിനോറിയ. ആർത്തകാലത്തുള്ള ശക്തമായിട്ടുള്ള വേദനയും വലിച്ചു വെച്ചതുമൊക്കെ ഇത് ശമിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് ബീൻ യൂസ്ഫുൾ ഇൻ ക്യാൻസർ ഓഫ് യൂട്രസ്. ഗർഭാത്രത്തിന്റെ അർബുദത്തിലും സെപ്പിയ ഉപകരിക്കും. വാട്ടറി ഗ്രീനിഷ്
thick bloody leukorrhea causing itching. വെള്ളം പോലുള്ളത്, പച്ച നിറമുള്ളത്, കട്ടിയുള്ളത്, രക്തം കലർന്ന ലുക്കോറിയ. ഈ ലുക്കോറിയ സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ ചൊറിച്ചിലുണ്ട്. വൺ ഓഫ് സെപ്പിയാസ് മോസ്റ്റ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ദ അമ്യൂറേഷൻ ഫ്രം വയലന്റ് എക്സസൈസ്. സെപ്പിയയുടെ ഒരു പൊതു സ്വഭാവം, ഒരു പൊതു തനിമ എന്ന് പറഞ്ഞാൽ ശക്തമായ വ്യായാമം, തീക്ഷ്ണമായ വ്യായാമം കൊണ്ട് ശമനം എന്നുള്ളതാണ്. ഇനി വേഴ്സൺ ബിഗിനിങ് ടു മൂവ് ബട്ട് ബെറ്റർ ബൈ ഗെറ്റിംഗ് വാംഡ് അപ്പ്. അപ്പോൾ തുടക്കത്തിൽ പ്രശ്നം വർദ്ധിക്കും, വേദന വർദ്ധിക്കും. പക്ഷേ ശരീരം ശക്തമായി നടന്ന് ശരീരം ചൂടാകുമ്പോൾ വേദന കുറയും. നമ്മൾ നേരത്തെ കണ്ടാണ് ശരീരം ചൂടാകുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഓപ്പറേറ്റീവ് പാർട്ട്. അപ്പോൾ ഒരു വെസ്റ്റേൺ കൺട്രീസിൽ, ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു കോൾഡ് കൺട്രീസിലെ പോലെ അത്രക്ക് വയലന്റ് മോഷൻ വേണ്ടി വരില്ല. നടന്ന് ശരീരം ചൂടാകുക എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ റെസ്റ്റോക്സിൻ്റെ ലക്ഷണമായിട്ട് ഇതിനെ കൺഫ്യൂസ് ചെയ്യരുത്. റെസ്റ്റോക്സിൽ ബിഗിനിങ്ങിൽ മോശമാണ്, പിന്നീട് ജെന്റിൽ മോഷനാണ്. ജെന്റിൽ മോഷൻ കൊണ്ട് അമ്യൂറേഷൻ ഉണ്ട്. പക്ഷേ മോഷൻ ശക്തമാകുമ്പോൾ വേദന വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, മോഷൻ ശക്തമാകുകയും ശരീരം ചൂടാകുകയും ചെയ്യുമ്പോൾ ശമനമാണ് വരുന്നത്. ദിസ് കണ്ടീഷൻ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ബാക്ക് സിംറ്റംസ്. ഈ അവസ്ഥ മുതുകുവേദന, നടുവേദന എന്ന് പറയുന്ന അവസ്ഥയുമായിട്ട് വളരെയധികം അടുത്ത് വരുന്നതാണ്. അതിൻ്റെ മൊഡാലിറ്റിയാണ് ഇവിടെ കൂടുതലും പ്രകടമാകുന്നത്. ദർ ഇസ് എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് സോർനെസ് ഇൻ ദ ബാക്ക്. പിൻഭാഗത്ത് വല്ലാത്ത ഒരു നൊമ്പര വേദനയുണ്ട്. ദ സ്പൈൻ ഏക്സ് ഓൾ ദ വേ ഡൗൺ. നട്ടല് അടിമുടി വേദനയുണ്ട്. പ്രഷർ ഓൺ ദ സ്പൈൻ റിവീൽസ് സോർ പ്ലേസസ്, സ്പൈനൽ ഇറിറ്റേഷൻ. അപ്പോൾ ഈ നട്ടലിൽ പല ഭാഗങ്ങളിൽ അമർത്തി നോക്കിക്കഴിഞ്ഞാൽ ആ വേദന കൂടുതലുള്ള ഭാഗങ്ങൾ മനസ്സിലാവും. അത് സ്പൈനൽ ഇറിറ്റേഷൻ ഉണ്ട് എന്നർത്ഥം. ഏക്കിംഗ് ഇൻ ദ ബാക്ക് മോസ്റ്റ്ലി ഫ്രം ദ ലോയിൻസ് ടു ദ കോക്കിക്സ്. അപ്പോൾ ഏറ്റവും അരക്കെട്ട് മുതൽ കീഴേക്കാണ് കൂടുതലും വേദന വരുന്നത്. ഓഫൺ കമ്മിങ് ഓൺ ഫ്രം സിറ്റിംഗ്. ഇരിക്കുമ്പോൾ വേദന ആരംഭിക്കും. ആൻഡ് അമീലർ ഫ്രം വയലന്റ് എക്സസൈസ്. ശക്തമായ വ്യായാമം കൊണ്ട്, ശക്തമായ നടപ്പോ മറ്റോ കൊണ്ട്, ആയാസം കൊണ്ട് ആ വേദന കുറയും. എ പെക്യുലർ ഫീച്ചർ ഈസ് അമീലറേഷൻ ഫ്രം ഹാർട്ട് പ്രഷർ. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ ഒരു കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ടുള്ള മർദ്ദമേൽക്കുമ്പോൾ ശമനം. അത് കുറച്ചുകൂടി കെൻഡ് വിശദീകരിച്ച് പറയുന്നുണ്ട്. ദ പേഷ്യന്റ് കോമൺലി പുട്സ് എ ബുക്ക് ലോ ഡൗൺ ഓൺ ദ ചെയർ ആൻഡ് പ്രസസ് ദ ബാക്ക് അഗെയിൻസ്റ്റ് ഇറ്റ്. ഇരിക്കുമ്പോൾ കസേരയുടെ പിൻഭാഗത്തൊരു പുസ്തകം, കട്ടിപ്പുസ്തകം വെക്കും. അതായത് ഈ അരക്കെട്ടിനും താഴേക്കുള്ള ഭാഗത്ത് പ്രഷർ കിട്ടുന്ന രീതിയിൽ ഒരു കസേരയിൽ പുസ്തകം വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ഇരിക്കുമ്പോൾ ആ ഭാഗത്ത് നല്ല കട്ടിയുള്ളൊരു മർദ്ദം കിട്ടും. സെപ്പിയ ഡസ് നോട്ട് സീം ടു ഗെറ്റ് ദ അമീലറേഷൻ ഫ്രം ലൈയിങ് അപ്പോൺ ദ ബാക്ക് ആസ് നാട്രം മ്യൂർ ഡസ്. ഇനി നാട്രം മ്യൂറോട് കമ്പാരിസൺ. നാട്രം മ്യൂറിൽ പിൻഭാഗം കൊണ്ട് കിടക്കുമ്പോൾ, മറന്ന് കിടക്കുമ്പോൾ ശമനമുണ്ട്. എവിടെയെങ്കിലും ചാരുമ്പോൾ, ഞാൻ നേരത്തെ ഒരു കേസ്, ഒരു നാട്രം മ്യൂർ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാബുചേട്ടൻ്റെ, എൻ്റെ ഒരു സഹപ്രവർത്തകരുടെ കേസ്. ആ കുട്ടി ഒരു സ്ക്രീനിലേക്ക് ഇങ്ങനെ ചാഞ്ഞു, ഇടക്കിടക്ക് ചാഞ്ഞു, സ്ക്രീൻ മറിഞ്ഞു വീഴും. ബാബുചേട്ടൻ്റെ മുറിയിലേക്ക് സ്ക്രീനുണ്ട്. അപ്പോൾ ഈ പിൻഭാഗത്ത് ഒരു പ്രഷർ കിട്ടാനുള്ള ടെൻഡൻസി ഈ കുട്ടിക്ക് ഉണ്ടെന്ന് ബാബുചേട്ടൻ അതിൽ മനസ്സിലാക്കിയാണ്. അതുപോലെ മറ്റു ചില സിംറ്റംസും കൂടി ചേർന്നപ്പോഴേക്കും ടിപ്പിക്കൽ നാട്രം മ്യൂർ. മറ്റു ദിവസം കൊണ്ട് ഒരു മെൻസ്ട്രൽ ഡിസോർഡറുമായിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. പ്രശ്നങ്ങളെല്ലാം മാറി ഗൈനിക് ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടായി. അപ്പോൾ നാട്രം മ്യൂറിൽ അങ്ങനെയുണ്ട്. പക്ഷേ സെപ്പിയുടെ കാര്യത്തിൽ ബാക്ക് മൊത്തത്തിലല്ല, ഏറ്റവും കീഴെ, അരക്കെട്ടിന് കീഴേക്കുള്ള ഭാഗം, ഫ്രം ലോയിൻസ് ടു കോക്കിക്സ്. സ്റ്റൂപ്പിംഗ് അഗ്രവേഴ്സ് ബാക്ക് ഏക്ക്. മുന്നോട്ട് ആയൽ, കുനിയൽ നടുവേദനയെ വർദ്ധിപ്പിക്കും. ബാക്ക് ഏക്ക് വേഴ്സ് ഫ്രം നീലിംഗ്. മുട്ടുകുത്തുമ്പോൾ നടുവേദന വർദ്ധിക്കും. Under symptoms of lower extremities, we find great numbness of the feet. ലോവർ എക്സ്ട്രീമിറ്റീസിൻ്റെ സിംറ്റംസ് നോക്കുമ്പോൾ കാൽപാദങ്ങളിൽ വല്ലാതെ മരവിച്ച അവസ്ഥ. ഇത് പൂറ കോട്ടിരിക്കുകയാണ്. കോൾഡ്നെസ് ഓഫ് ദ ലെഗ്സ് ആൻഡ് ഫീറ്റ്, എസ്പെഷ്യലി ഇൻ ദ ഈവനിങ് ഇൻ ബെഡ്. കാൽവണ്ണകളിലും കാൽപ്പത്തിയിലും തണുപ്പ്, വിശേഷം സന്ധ്യക്ക് രാത്രി കിടക്കാൻ നേരത്ത്. When the feet gets warm, the hands get cold. ഇനി കാല് ചൂടാക്കിയാലോ കൈ തണുക്കും. ഐസി കോൾഡ്നെസ് ഓഫ് ദ ഫീറ്റ്.
പ്രൊഫ്യൂസ് സ്വെറ്റ് ഓഫ് ദ ഫീറ്റ് ഓർ സ്വെറ്റ് ഓഫ് അൺബെയറബിൾ ഓർഡർ. അപ്പോൾ കാലിൽ തണുപ്പ്, അതിനോടൊപ്പം വല്ലാത്ത വിയർപ്പ്. ഈ കാലിലുള്ള വിയർപ്പിന് അസഹനീയമായ ദുർഗന്ധമുണ്ട്. മാത്രമല്ല, ദാറ്റ് കോസിങ് സോർനെസ് ബിറ്റ്വീൻ ദ ടോസ്, കാൽവിരലുകൾക്കിടയിൽ വേദന ഉണ്ടാക്കുകയും ചെയ്യും ഈ വിയർപ്പ് കൊണ്ട്, ദുർഗന്ധമുള്ള വിയർപ്പ് കൊണ്ട്. തണുപ്പും വിയർപ്പും ദുർഗന്ധവും കാൽവിരലുകൾക്കിടയിൽ സോർനെസ്സും. സ്വെല്ലിംഗ് ഓഫ് ദ ലിംസ് ബെറ്റർ വൈൽ വാക്കിംഗ്, ലിംസിൽ നീർക്കെട്ടുണ്ട്, നടക്കുന്നതുകൊണ്ട് അതിന് ശമനവും കിട്ടും. അത് ഒരു റെക്കോർഡ് ചെയ്തിരിക്കുക. ദ സ്ലീപ്പ് ഈസ് ഫുൾ ഓഫ് ഡ്രീംസ് ആൻഡ് ഡിസ്ട്രസ്, ഉറക്കമാകെ പ്രശ്നമാണ്, നിറയെ സ്വപ്നങ്ങളും വലിയ പ്രയാസമുണ്ട്. കനോട്ട് സ്ലീപ്പ് അപ്പോൺ ദ ലെഫ്റ്റ് സൈഡ് ബിക്കോസ് ഓഫ് പാൽപിറ്റേഷൻ ഓഫ് ദ ഹാർട്ട്, നെഞ്ചിടിപ്പ് കാരണം, നെഞ്ചിൻ്റെ വല്ലാതെ മിടിപ്പ് കാരണം ഇടതുവശം വെച്ച് കിടക്കാൻ സെപ്പിയ പേഷ്യൻ്റ് സാധിക്കില്ല. പാൽപിറ്റേഷൻ സ്ലീപ്പ് വിത്ത് പൾസേഷൻ ആൻഡ് ട്രംബ്ലിംഗ് ഓൾ ഓഫ് ദ ബോഡി. അപ്പോൾ ഉറക്കത്തിൽ പാൽപിറ്റേഷൻ ഉണ്ട്, പൾസേഷൻ ഉണ്ട്, ശരീരം മുഴുവൻ വിറയ്ക്കലുമുണ്ട്. പൾസേഷൻ ടു ദ ഫിംഗർ ടിപ്സ്, വിരലിൻ്റെ അറ്റത്തോളം ഈ പൾസേഷൻ ചെല്ലും, ഈ വിങ്ങൽ. ഇനി പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കണ്ട് ഇവിടെ അടുത്തായിട്ട് പറയുകയാണ്. ഇൻ ഓൾഡ് കേസ് ഓഫ് സപ്രസ്ഡ് മലേറിയ, സെപ്പിയ ബ്രിങ്സ് ബാക്ക് ദ ചിൽ. പഴകിയ മലേറിയ, അമർത്തി ഒതുക്കിയ സപ്രസ് ചെയ്ത മലേറിയയിൽ സെപ്പിയ ഗുണകരമാണ്. ആ ചില്ല്, മലേറിയയുടെ ആ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് വരുന്ന കുളിരും പനിയും അതിനെ വീണ്ടും കൊണ്ടുവരും സെപ്പിയ. പക്ഷേ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ബട്ട് ഇറ്റ്സ് മോസ്റ്റ് യൂസ്ഫുൾ സ്ഫിയർ ഈസ് ആഫ്റ്റർ എ ബാഡ് സെലക്ഷൻ ഓഫ് റെമഡി. ഇനി സെപ്പിയ സവിശേഷമായ രീതിയിൽ പ്രവർത്തിക്കുന്ന എപ്പോഴാണ്? ഒരു മരുന്ന്, ഇത്തരം കണ്ടീഷനാണെങ്കിലും ഒരു മരുന്ന് തെറ്റായി സെലക്ട് ചെയ്തു ആ കേസിനെ കുളവാക്കി. ആ ഒരു കണ്ടീഷനിലാണ് സെപ്പിയയുടെ ശരിയായ ഉപയോഗം വരുന്നത്. ദ കേസ് ബിക്കംസ് കൺഫ്യൂസ്ഡ്. അങ്ങനെ തെറ്റായൊരു ഓപ്ഷൻ ഉപയോഗിച്ച് ആ കേസ് ആകെ ആശയക്കുഴപ്പത്തിലാകുമ്പോൾ സെപ്പിയയുടെ യഥാർത്ഥ റോള് വരും. where a remedy has been selected for only a part of the case and changed it a little, but the patient gets no better. ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കേസിന് അതിൻ്റെ സമഗ്രതയിൽ, ടോട്ടാലിറ്റിയിൽ പരിഗണിക്കാതെ ഏതാനും ഭാഗങ്ങൾ മാത്രം എടുത്ത് പരിഗണിച്ച് ഔഷധം കൊടുക്കും. പലപ്പോഴും അത് കുഴപ്പമുണ്ടാക്കില്ലായിരിക്കാം, എങ്കിലും ചില സാഹചര്യങ്ങളിൽ ആകെ കൺഫ്യൂഷൻ ആകും, കേസ് ആകെ കൺഫ്യൂസ്ഡ് ആകും, രോഗിക്ക് ഒരു ശമനവും കിട്ടുന്നില്ല. ഇറ്റ് വിൽ ബി സീൻ ദാറ്റ് ദ ഫീവർ, ചിൽ ആൻഡ് സ്വെറ്റ് ആർ ജസ്റ്റ് ആസ് എറാറ്റിക് ആസ് ക്യാൻ ബി. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പനിയും കുളിരും വിയർപ്പും എല്ലാം വല്ലാതെ എറാറ്റിക് ആവും, വല്ലാതെ താളം തെറ്റിയ രീതിയിൽ തെറ്റായ തരത്തിലാവും, കറക്റ്റ് പിക്ചർ പോകും. നാട്രം മ്യൂർ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മലേറിയ റെമഡീസ്. ഈ നാട്രം മ്യൂർ മലേറിയക്കുള്ള വളരെ അത്യുത്തമമായ ഔഷധങ്ങളൊന്നാണ്. പക്ഷേ എങ്ങനെയാണ്? ബട്ട് ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഓർഡർ ലൈക്ക് ചൈന. പക്ഷേ നാട്രം മ്യൂറിൻ്റെ കാര്യത്തിൽ എല്ലാം വളരെ ക്രമത്തിലാണ് പോകുന്നത്, ഒരു ക്രമരാഹിത്യമില്ല, ക്രമത്തിലാണ്. അത് ഒരു സാമ്യം പറയുന്നത് ചൈനയും നാട്രം മ്യൂറും വളരെ ക്രമബദ്ധമായ ഒരു ഔഷധങ്ങളാണ്. പക്ഷേ സെപ്പിയുടെ കാര്യത്തിൽ അങ്ങനെ യാതൊരു ക്രമവുമില്ല. സെപ്പി ഈസ് ഫുൾ ഓഫ് ഡിസോർഡർ. ഇൻ എ കേസ് കൺഫ്യൂസ്ഡ് ബൈ റെമഡീസ്, തിങ്ക് ഓഫ് കൽക്കേറിയ, ആഴ്സനിക്കം, സൾഫർ, സെപ്പിയ ആൻഡ് ഇപ്പക്കാക്ക്. ഇനി ഒരു കേസിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്നു, കൃത്യമായിട്ടുള്ള ഔഷധം കിട്ടുന്നില്ല. കൺഫ്യൂഷൻ വരുമ്പോൾ അതിനെ ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് കൽക്കേറിയ, ആഴ്സനിക്, സൾഫർ, സെപ്പിയ, ഇപ്പക്കാക്ക്. നെവർ ഗിവ് ചൈന ഓർ നാട്രം മ്യൂർ ഫോർ ഇറഗുലർ സിംറ്റംസ് ആൻഡ് സ്റ്റേജസ്. ഇതേപോലെ ഇറഗുലറാരിറ്റി ഉണ്ടെങ്കിൽ, ഒരു ഔഷധം തിരഞ്ഞെടുക്കാൻ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ആ കേസിൽ നാട്രം മ്യൂറോ ചൈനയോ ഒരിക്കലും കൊടുക്കരുത്. കാരണം നാട്രം മ്യൂറും ചൈനയും വളരെ ഓർഡർലിയാണ്. ഇത്ര ശ്രദ്ധേയമായ സുപ്രധാനമായ നിരീക്ഷണം നോക്കുക. നമ്മൾ അറിയാതെ നമ്മൾ ചില അവസ്ഥകളിൽ അങ്ങനെയൊക്കെ എടുത്തുപോയി കഴിഞ്ഞാൽ കുഴപ്പങ്ങളുണ്ടാവും. സെപ്പി ഈസ് കോംപ്ലിമെൻ്ററി ടു നാട്രം മ്യൂർ.
സെപ്പിയ നാട്രമ്യൂറിന് കോംപ്ലിമെൻ്ററി ആണ്. Aside from stupid conditions of the mind, it has an excitable condition of the general nervous system that is often marked in natramure. As for instance, being disturbed by a noise, the slam of the door, etc. മനസ്സ് പൊതുവെ സ്റ്റുപ്പിഡ് ആണ്, നമ്മൾ കണ്ടു, ഒരു സ്റ്റുപ്പിഡ് കണ്ടീഷനാണ്. അങ്ങനെ ആണെങ്കിൽ പോലും എന്താണ് വ്യത്യാസം? എന്താണ്? എക്സൈറ്റബിൾ കണ്ടീഷനുണ്ട്. ഒരു പൊതുവെ ആ വ്യക്തിയുടെ സെപ്പിയ പേഷ്യൻറ്റിൻ്റെ മനസ്സ് ഡള്ളാണെങ്കിലും നെർവസ് സിസ്റ്റത്തിന്, നാഡീവ്യവസ്ഥയിൽ, പൊതുവായ നാഡീവ്യവസ്ഥയിൽ ഒരു എക്സൈറ്റബിൾ, ഒരു ഉത്തേജനത്തിന് ഒരു സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഉത്തേജനം? ഒരു ഉദാഹരണം പറയുന്നത് എന്താണ്? ഒരു ശബ്ദം, ഒരു വാതിലടക്കുന്നതിൻ്റെ ഒച്ച, അങ്ങനെയുള്ള എക്സൈറ്റേഷൻ കൊണ്ട് നെർവസ് സിസ്റ്റം ഉത്തേജിതമാകുന്നു. പക്ഷേ പൊതുവെ ഡൾ പേഷ്യൻ്റാണ്. ഈ കാര്യത്തിലാണ് നാട്രമ്യൂറുമായിട്ട് ഇതിന് സാമ്യം. ഇറ്റ് പ്രൊഡ്യൂസസ് ജേർക്കിംഗ് ഓഫ് ദ മസിൽസ് ഇൻ സ്ലീപ്പ്. ഉറക്കത്തിൽ മസിൽസിൽ ജേർക്കിംഗ് ഉണ്ടാക്കുന്നു. കോൺസ്റ്റൻ്റ്ലി വേക്സ് ഫ്രം ഇമാജിനറി നോയ്സസ്. സാങ്കല്പിക ശബ്ദങ്ങൾ കേട്ടിട്ട് ഇടക്കിടക്ക് ഉണരും ഉറക്കത്തിൽ നിന്നും. തിങ്ക് സമ്മൺ ഹാസ് കോൾഡ് ഹെർ. ആരോ തന്നെ വിളിച്ചല്ലോ എന്നുള്ള ചിന്ത. ദ ലീസ്റ്റ് ഡിസ്റ്റർബൻസ് അബൌട്ട് ദ ഹൗസ് വേക്കൻസ് ഹെർ. വീട്ടിലുള്ള ചെറിയൊരു അസ്വസ്ഥ മതി ആ പേഷ്യൻ്റിനെ, പ്രത്യേകിച്ച് സ്ത്രീകളെ ഉറക്കത്തിൽ നിന്നുള്ളതും. ഈ ഒരു അവസ്ഥയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച ഒരുത്തിയുടെ അമ്മയ്ക്കായിരുന്നു ഈ ഒരു പ്രശ്നം. വലിയ പ്രശ്നമായിരുന്നു അത്. രാത്രി എന്തെങ്കിലും അനക്കം കഴിഞ്ഞാൽ ഉടനെ ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് എന്താണെന്ന് വിളിച്ചു ചോദിക്കും. മറ്റുള്ള ഉറക്കങ്ങളെയും. ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ബാബുശ്ശേരൻ്റെ പോയി കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഒരു ദിവസം അമ്മയെ വരുത്തി. അവർ മാവേലിക്കരയുള്ളവരാണ്. ഞാൻ സുഖപ്പെടുമെന്ന് ഉറപ്പ് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും കൂടി വന്നു. ബാബുശ്ശേരനെ കണ്ടു. ബാബുശ്ശേരൻ കേസെടുത്തു. അത് സെപ്പിയ കേസൊന്നുമല്ല, വേറെ ഞാൻ ഓർക്കുന്നില്ല, വേറെന്തൊരു റെമഡി ആയിരുന്നു. അത് കൊടുത്തു. ഒരു 1.5 മാസം കൊണ്ട് ആ സ്ത്രീയുടെ ആ പ്രശ്നം മാറിപ്പോയി. അന്ന് അവർക്കൊരു 40-45 വയസ്സുണ്ട് അവർക്ക്. ആ ഒരു അവസ്ഥയിൽ, ഈ ഒരു അവസ്ഥയിലൊക്കെ മാറും. അവർക്ക് ചെറുപ്പം മുതലുള്ളതാണ്. ചെറുപ്പം ഞാൻ കേൾക്കുമ്പോൾ ഉണ്ടായിരുന്നു, ഇത്രയും പ്രായം എനിക്ക് മാറുമെന്നൊരു ചോദിച്ചു. പക്ഷേ ഒരു 2 മാസത്തിനകം അത് പൂർണ്ണമായിട്ടും മാറിപ്പോയി. വേഴ്സ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസസ്. ആർത്തവ സമയത്തും അതിന് മുമ്പും സെപ്പിയയുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കും. ഡ്യൂറിങ് പ്രഗ്നൻസി, ഗർഭകാലത്ത് വർദ്ധിക്കും. ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരത്തിന് ശേഷം വർദ്ധിക്കും. ഡ്യൂറിങ് ഫസ്റ്റ് സ്ലീപ്പ്, ഉറക്കത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വർദ്ധിക്കും. ചേഞ്ച് ഓഫ് വെതർ, കാലാവസ്ഥ മാറുമ്പോൾ വർദ്ധിക്കും. ഡ്യൂറിങ് എ തണ്ടർസ്റ്റോം, ഇടിവെട്ടും മഴയും വരുമ്പോൾ വർദ്ധിക്കും. ഓവർവെൽമിങ് ഫിയർ, അല്ലാതെ ഭയം വല്ലാതെ ഗ്രസിക്കുമ്പോൾ വർദ്ധിക്കും. അപ്പോൾ സെപ്പിയയുടെ പ്രധാനപ്പെട്ട ഒരു മൊഡാലിറ്റിയും കൂടി പറഞ്ഞുകൊണ്ട് കെൻഡ് ഈ ലെക്ചർ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് എത്ര പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. എത്രയോ പ്രശ്നങ്ങളിൽ നിന്നും മനുഷ്യരെ, വിശേഷിച്ച് സ്ത്രീകളെ ഇത് രക്ഷിക്കും. സ്ത്രീകളൊരു ഉത്തമ സുഹൃത്താണ് സെപ്പിയ. ശരിയായ രീതിയിൽ മനസ്സിലാക്കി കൃത്യമായിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ തെറ്റാതെ, ഇപ്പോൾ ചില കമ്പാരിസൺസും ചില നാട്രമ്യൂറുമായിട്ട് ചില സാദൃശ്യങ്ങളും വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു, തെറ്റാതെ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആളുകളെ സഹായിക്കാൻ പറ്റും. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ലാക്കസിസ് നമുക്ക് നോക്കാം. ഈ പരമ്പര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റു കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും മറ്റുമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.